ആ കുഞ്ഞോളെ എന്താ ഈ പഞ്ചായത്ത് പോയ കാര്യം എന്തായി? ആ അത് അപേക്ഷ കൊടുത്തുകാണ്ട് പോന്നിക്കണേ. അടുത്ത ആഴ്ച ചെല്ലാൻ പറഞ്ഞിക്കണേ. തന്നെ. പഞ്ചായത്തേക്കൊന്നും പോവൂല, പെരും തിരക്കുമാണ് ആൾക്കാരും. ഒരു കാര്യമാണ് കിട്ടി പോരണമെന്നുണ്ടെങ്കിൽ ആണ് കുറേ ടൈമാണ് എടുക്കും. അതെന്തിയടി? ഏതായാലും കക്കറിനും ബസ് കിട്ടിയില്ല. എന്തായാലും പുല്ലത്തേക്ക് പോയി, പുല്ലട്ടിന്ന് ഞങ്ങൾ പോന്നു. ഞാനും ഭരതയെടുത്തി ഉണ്ടായിരുന്നു. ഭരതയ്ക്ക് എന്തൊരു വിധവാ പെൻഷൻ്റെ അപേക്ഷ കൊടുക്കാനുണ്ടായിരുന്നു. എന്തായാലും എന്നിട്ടോ? പഞ്ചായത്തിലെത്തിക്കാണ്ട് ഞാൻ എൻ്റെ ഫോം കൊടുത്തു. അതിൽ പിന്നെ നോക്കുമ്പോൾ ഭരതയെടുത്തിയും ആ ഫോം വാങ്ങണ ആളും നിന്നിങ്ങനെ ചൂടാവണം. അപ്പം ഞാൻ ചോദിച്ചു എന്താന്ന് ചോദിച്ചു. അപ്പോൾ അവിടുത്തെ പഞ്ചായത്തെ ആൾ പറഞ്ഞു എന്നോട്, ഈ ഇവർ വിധവാ പെൻഷന് വന്നിക്കാണ്, ഇവരെ ഭർത്താവായിട്ട് മരിച്ചിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വെറുതെ ഭർത്താവ് മരിച്ചിട്ടില്ല. അപ്പോൾ വെറുതെ പറഞ്ഞു ഭർത്താവ് കിടപ്പിലാണ് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ അയാളോട് പറഞ്ഞു ഈ മനിയത്തി ഒറ്റക്കാണ്, അയാളാണെങ്കിൽ കിടപ്പിലാണ്, നിങ്ങൾ ഈ ഫോമും കാര്യങ്ങളൊക്കെ വാങ്ങിയേക്കേ. ഏതായാലും സർക്കാർ കാര്യമല്ല, ഇതൊക്കെ ആയി വരുമ്പോൾ അയാളതായിട്ട് ബേക്ക് കൊടുത്താണ്. അതൊരു പറഞ്ഞോടുകൂടി അയാളിനോട് ചൂടാകുക. ഞാൻ പറഞ്ഞു, പിന്നെ അയാൾ പറഞ്ഞു ഈ മഞ്ഞത്തി ഒറ്റക്കാണ്. ഇപ്പം തന്നെ ആ രോഗിയായ മനുഷ്യനെ നിർത്തിക്കാണ്ടാണ് ഈ മഞ്ഞത്തി വന്നിക്കുന്നത്. ഇനിയിപ്പോൾ അയാൾ മരിക്കഴിഞ്ഞ് ഈ മഞ്ഞത്തി എങ്ങനെ വരിക? അപ്പം നിങ്ങളേതും എങ്ങനെ ഒന്ന് ശരിയാക്കി കൊടുക്കുന്നു. അപേക്ഷ കൊടുത്തില്ല എന്തായാലും. ഓക്കെ.